ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിൻ്റർ സമയത്ത് ഞാൻ എൻ്റെ പ്ലാന്റ്സൊക്കെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നതെന്ന വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തണുപ്പ് വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ ഗരാജിലാണ് എൻ്റെ ചെടികളൊക്കെ എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇതൊരു മുരിങ്ങയാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഗരാജിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. വിൻ്റർ കഴിയുന്നവരെ വരെ ഗരാജിൽ എടുത്ത് വയ്ക്കും. പിന്നെ നമുക്ക് ചൂട് സമയമാകുമ്പോഴത്തേക്ക് എടുത്ത് ഞാൻ പുറത്ത് വയ്ക്കും, 2 ദിവസം വെയിൽ കൊള്ളാനായിട്ട്. ഇതൊരു പനിക്കൂർക്കയാണ്. പനിക്കൂർക്ക 1-2 ചുവടുണ്ട്. അത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഇക്കൊല്ലം ഞങ്ങൾക്ക് തന്നതാണ്. ഞങ്ങൾക്കില്ലായിരുന്നേ. ഇത് 2 ചെമ്പരത്തി, ഇതൊരു പനിക്കൂർക്കയാണ്. ചെമ്പരത്തിയുടെ ചുവട്ടിൽ ഇത് കണ്ട തുളസി കിളർത്ത് വരുന്നുണ്ട്. ഇത് റോസ്മേരിയാണ്. പിന്നെ ഇത് നമ്മുടെ കോവൽ വെട്ടി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് ഓർണമെൻ്റൽ ചില്ലി എന്ന് പറയും. പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്തപ്പോൾ വെച്ച കറി ലീഫിൻ്റെ തണ്ടാണ്. ഇതൊരു പരീക്ഷണാർത്ഥം വെച്ചതാണ്. കിളിർത്ത് വന്നെങ്കിൽ നല്ലതാണല്ലോ, ആർക്കെങ്കിലും കൊടുക്കാമല്ലോ എന്ന് ഓർത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാ ദിവസവും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട്. ഒന്ന് പരീക്ഷിക്കാനായിട്ട് വെച്ചതാണ്. ചിലപ്പോൾ കിളിർത്ത് വരുമായിരിക്കും, അറിയില്ല. പിന്നെ ഇതൊരു ഓറഞ്ച് കളറ് ഓർണമെൻറ്റ്സ് ചില്ലിയാണ്. പിന്നെ ഇവിടെ 1-2 തുളസിയുണ്ട്. അപ്പം പനിയോ ജലദോഷമൊക്കെ വന്നെങ്കിൽ ആവി പിടിക്കാനായിട്ട് തുളസിയില വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗരാജിലെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഉപയോഗിക്കാനായിട്ട്. പുറത്തു നിന്ന് തുളസി ചെടിയൊക്കെ തണുപ്പടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ കുഴപ്പമില്ല, അകത്ത് നിൽക്കുവാണെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ തുളസിയില നിൽക്കും. പിന്നെ അതിന് അപ്പുറത്തെ ഇതൊരു നമ്മുടെ ഒരു കോവൽ വെട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പം അടുത്ത കൊല്ലത്തേക്ക് നമുക്കിത് പുറത്തെടുത്ത് കൊണ്ടുവന്ന് അപ്പം അത് കിളിർത്ത് വരും. ഗരാജി വെച്ചാൽ മതി. ഇടയ്ക്ക് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ അത് നിന്നോളും. സമ്മറാകുന്ന സമയത്ത് അത് പൊട്ടിക്കിളിർത്ത് വരും. അപ്പം അങ്ങനെയാണ് ഞാൻ എല്ലാ കൊല്ലവും എൻ്റെ ചെടികളൊക്കെ സംരക്ഷിക്കുന്നത്. ഇതൊക്കെ എടുത്തിന്ന് വെളിയിലേക്ക് വയ്ക്കാം, കുറച്ച് സൂര്യപ്രകാശം അടിക്കട്ടെ. ഇവിടെ വിൻ്റർ ആയി കഴിഞ്ഞാൽ എനിക്ക് നല്ല പണിയാണ്. ഇതൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കുക, തിരിച്ചെടുത്ത് അകത്ത് വയ്ക്കുക, ഇതൊക്കെയാണ് എൻ്റെ ജോലി. ഇടയ്ക്ക് തണുപ്പ് കുറവുള്ളതും വെയിലുള്ളതുമായ ദിവസങ്ങളിൽ ഈ ചെടികളെല്ലാം എടുത്ത് പുറത്ത് വെച്ച് വെയിൽ കൊള്ളിക്കാറുണ്ട്. സ്ഥിരമായി ഇരുളടഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ ചെടികൾ ഒക്കെ ഉണങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അതുമാത്രമല്ല, ചെടികൾക്ക് ഈ സമയത്ത് വളം ഒന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല. അതുകൂടാതെ ചെടികൾക്ക് വിൻ്റർ ടൈമിൽ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ചെടിയുടെ ചുവട്ടിൽ വിരൽ കൊണ്ടുപോയി ചെറുതായിട്ട് മണ്ണ് മാറ്റി നോക്കുമ്പോൾ മണ്ണ് വരണ്ടതാണെങ്കിൽ മാത്രം അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.